ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഞാൻ എന്താണ് ഒറ്റയ്ക്ക് എന്നല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. നമ്മുടെ വത്സലാമ ഉണ്ട്, നമ്മുടെ സുജിൻ ബ്രോ. ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. MALLU 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 MALLU. അപ്പോൾ എന്താ പറയുക, ഇതിൽ ഈ മല്ലു ഫാമിലി ഇടാൻ പോണ ഈ വീഡിയോയിൽ ഈ ഇൻട്രോയിൽ മാത്രമേ ഉള്ളൂ പോയി എല്ലാവരും കൂടെ ആയിട്ടുള്ളത്. പിന്നത്തുള്ള വീഡിയോയിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോ ഇന്നലെ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്താണെങ്കിൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണം. ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ നമ്മൾ ഇന്ന് നിൽക്കുന്നിടത്ത് നിന്നിട്ട് ഇൻട്രോ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എനിക്കറിയാം, ഞാൻ നോക്കുമ്പോൾ കോങ്കണ്ണ് പോലെ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ, കമൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം എനിക്ക് എവിടേക്കാണ് നോക്കേണ്ടതെന്നൊരു പിടി കിട്ടാത്തതുകൊണ്ട് ഞാൻ വീഴാനൊക്കെ പോകണം. അപ്പോൾ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്രിസ്മസ് കേക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അപ്പോൾ അവൾ അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും. നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കേക്ക് കൊണ്ടുതന്നത് അവളാട്ടോ. അവൾ കൈ കൊണ്ട് കേക്ക് കിട്ടിയതിന് ശേഷം പിന്നെ ഫുള്ള് രാശിയായിരുന്നു. സോ അപ്പോൾ അവൾ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നത് ഒരിക്കൽ വീഡിയോ എടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഞാൻ വിചാരിച്ചു മല്ലു 2.0 ഇടണം. പക്ഷേ അല്ല, നാളെ നമ്മൾ എന്തായാലും ക്രിസ്മസിൻ്റെ അടിപൊളി വീഡിയോ വരുന്നില്ലേ, അപ്പോൾ ഒരു പാർട്ട് കാണുന്ന രീതിയിൽ നമുക്ക് കേക്കിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഓക്കെ, തുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറയട്ടെ, ഇവിടെ ഇങ്ങനെ അവളെ കസിനും എല്ലാവരും ഉണ്ട്, ഉമ്മയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്കില്ലേ കിട്ടണില്ല എന്താന്ന്. പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എന്തൊക്കെയാണെന്നൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ കേക്കാട്ട് ഉണ്ടാക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വരുന്നതിന് മുന്നേ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിത് പറഞ്ഞു തന്നാൽ മാത്രം മതി. ഇതെന്ന് പറയുമ്പോൾ തന്നെ വാനില എസൻസ് ആണ്, മുട്ട, ഓയില്, ഇതെന്താണ് ഷുഗർ ഇത് പൊടിച്ചതാട്ടോ. ഇത് പഞ്ചസാര പൊടിച്ച് വെച്ചേക്കണാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ്, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൊക്കോ പൗഡറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സീവ് ചെയ്ത് വെച്ചേക്കണേണ്. അപ്പം ഇത് ബട്ടർ മിൽക്കാണ്. ഇത് ഇതുപോലത്തെ ബൗളിലാക്കി വെക്കണം കേട്ടോ നിങ്ങളും ചെയ്യുമ്പോൾ. പിന്നെ ഇതെന്താണ്, ഇത് കളർ കേട്ടോ, നമ്മൾ റെഡ് വെൽവെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കളറാണ്. അപ്പോൾ അത് ഞാനല്ല ഉണ്ടാക്കാൻ പോണത്, ആയിരിക്കും നിങ്ങൾ ഞെട്ടരുത്, ഞാനല്ല ഉണ്ടാക്കാൻ പോണത്, എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഈ സംഭവം ഇമ്പോർട്ടൻ്റ് അല്ലേ, ഈ സംഭവം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതും വേണം. സത്യം പറയല്ലേ, എനിക്കറിയില്ല അതെങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും വരാണ്ട് നമ്മുടെ അടുത്തൊരു കേക്ക് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന ക്രിസ്മസ് ഒക്കെ അല്ലേ, കേക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആക്കി ആൾ വെച്ചിട്ടുണ്ട്. ഇനി അവളത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്തായാലും വഴിയെ കാണാമല്ലേ. അപ്പോൾ എന്തായാലും അവിടെ ഉണ്ടാക്കാൻ പോകും. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ച 4 മുട്ട ഇവിടെ നമ്മൾ വേറെ പാത്രത്തിൽ ഒഴിച്ചു കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഒഴിച്ചു. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്ത നമ്മുടെ വാനില എസൻസ്, അത് ആവശ്യത്തിന് എടുത്ത് മുട്ടയിലേക്ക് ഒഴിക്കണം. മുട്ടയിലേക്ക് ഒഴിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് എനിക്കും അറിയില്ല, നമുക്ക് നോക്കട്ടെ, നിങ്ങളും നോക്കിയാൽ. പിന്നെ പഞ്ചസാര, പൊടിച്ച് വെച്ച പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കറക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ അവൾ കറക്കി എടുക്കാൻ പോണേ. നമുക്ക് കറക്കാനില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് കറക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എടുത്ത് മാറ്റി വെക്കും. ഓക്കെ, കേട്ടോ. നമ്മളെടുത്ത് വെച്ച ഓയിൽ അതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തെടുക്കും. എനിക്ക് ഞാൻ പറയാൻ കേക്ക് ഉണ്ടാവൂലേ, ഞാൻ കുറച്ചൊന്ന് വെറുതെ സൈലൻ്റ് ആയ. സ്ലോ സ്പീഡിൽ കൂടെ നമ്മൾ എടുത്ത് വെച്ച് ആഡ് ചെയ്യാം. അതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇരിക്കണം. സംഭവം ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ ഞാനും അതിക്കണത് ഇപ്പം അവസാനം അങ്ങനെ കൈ വരണ്ടേ, പക്ഷെ അവസാനം ആയി വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ അതിലേക്ക് കളർ ആഡ് ചെയ്യണം. കാര്യം നമ്മൾ റെഡ് വെൽവെറ്റ് ആണല്ലോ ഉണ്ടാക്കണേ, അപ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊരു ചുമന്ന കളർ വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാമായിരുന്നു. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ സംഭവങ്ങൾ. ഇത് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല, ഒന്ന് പിന്നിക്ക് അടിച്ചൊക്കെ കിട്ടും, എനിക്ക് ഓർമ്മയില്ല.
അപ്പൊ നമ്മളിനി അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ബാച്ച് ആയിട്ടില്ല. ശരി, എല്ലാം നീ പറയണ പോലെ. ഇതൊക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടിടരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ബീറ്റ് ചെയ്ത് ഇനി അത് ഈ പാത്രത്തേക്ക് ഒഴിക്കണം. ഒഴിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്രോസസ്സിങ് ഒക്കെ. വാ സിമ്പിൾ. നമ്മൾ പറയുമ്പോൾ സിമ്പിൾ എന്നൊക്കെ പറയട്ടെ, പക്ഷെ അത്ര സിമ്പിളൊന്നുമല്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതിങ്ങനെ 5-6 അടി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത് ഒരു 5-6 വട്ടം സെറ്റ് ചെയ്തോളൂ. അപ്പൊ സെറ്റായോ? എന്നാൽ നമുക്കിനി ഇത് അതിന്റെ അകത്തോട്ട് ഇങ്ങോട്ട് കയറ്റി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ അടുപ്പേലും വെക്കാട്ടോ. അടുപ്പുള്ളവരെന്നല്ല, ഇതില്ലാത്തവരെ അടുപ്പിൽ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇതില്ല, അതുകൊണ്ട് നമ്മുടെ അടുപ്പിൽ വെക്കും. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ക്രീം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിക്ക് ഒഴിക്കല്ലേ പറഞ്ഞു, നീ കൂടെ പറഞ്ഞു, കുഴപ്പമില്ല. അവൾക്ക് വേറെ വില കൂടെ പറയാൻ. അതിക്ക് ഒഴിച്ച് ഇനി അതൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിപ്പം വെച്ചത് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അത് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അത് എത്ര സമയം വെക്കണോടാ? ഒരു 35 ഓക്കെ, ഒരു 1/2 hour വെക്കണം. നമ്മളത് ബീറ്റ് ചെയ്ത് ഇതാക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അന്ന് നിർത്തില്ല നിന്നോട്ടോ. ഇവിടെ എനിക്കൊന്ന് 10-15 മിനിറ്റ് ചെയ്തോന്നത്. 10 മിനിറ്റോളം ചെയ്തല്ലേ? അങ്ങനെ ചെയ്തു. നിങ്ങളും വേണ്ട ചെയ്തോ? അന്നേരം 8. അത് കണ്ടില്ല, ഒരിടത്ത് നിന്നോ. എന്താ ഈ ഒരു സംഭവമായിട്ട് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിനി എന്താ, എനിക്ക് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കിട്ടാനുള്ളൂ. അവർ എനിക്കും അറിയില്ലല്ലോ. അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം ഞാനതാണ് അവൾ പറയുന്നത്, ഞാൻ അതിനെ ഫോളോ ചെയ്യുന്നത്. അതാണ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. അവൾ എടുക്കണ്ട്. വാ മോനെ, പൊന്തി വന്നിട്ടുണ്ട്, എടുക്കണി എടുത്തോ. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു സെറ്റിങ്ങിലായിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളിയില്ലേ? ഇനി അവളത് എന്തോ ചെയ്യും. എന്താ ചെയ്യാൻ പോണം നമുക്ക്? ഓക്കെ, അത് ചെയ്യാം. ഓക്കെ, ഇതാണ് സംഭവം. അതൊക്കെ എന്താ പറയണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറയാൻ നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. അത് കറക്കണം കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ടൊന്ന് കറക്കണ്ടേ? അല്ല, കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്. ഇതുപോലെ പിടിച്ചിങ്ങനെ കറക്കണേ. ഇത് നമ്മളെന്തോ ചെയ്യും, എന്താ ചെയ്യാൻ നമുക്ക് നോക്കിക്കാരം. കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഇല്ലേ, നമ്മൾ അത് ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവിടെ വേറെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാന്റെ സ്പെഷ്യലാണ്. ഞാൻ വന്നതിന്റെ സ്പെഷ്യലാണ്. ഇവർക്ക് കഴിക്കാനൊന്നുമല്ല ശരിക്ക്. പക്ഷെ അവര് വിചാരിക്കണ്ട അവർക്ക് അത് വിചാരിച്ചിരിപ്പുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് എന്താ ഉണ്ടാക്കണത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ അത് ഉന്നക്കായ. ഇതെന്താണ്? പഴവും തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി. നീ അങ്ങനെ പറയണ്ട, അണ്ടിപ്പരിപ്പ് മുന്തിരി അല്ല കേട്ടോ. എന്നിട്ട് അതൊക്കെ കൂടെ പഴം വേവിച്ചിട്ട് ഉടച്ചിട്ട് അതിന്റെ അകത്ത് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് ഇത് എണ്ണയിട്ട് പൊരിച്ചെടുക്കണം. പൊരിച്ചതിന് ശേഷം തിന്നു കാണിച്ചാൽ കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. മോനെ ഏറെക്കൂടെ അപ്പം നമ്മുടെ കേക്കെല്ലാം സെറ്റായിട്ട് വരേണ്ടത് ലാസ്റ്റ് സ്റ്റെപ്പിക്ക് എത്തിയേക്കണേണ്. അത് ഓക്കെ, എത്രണ്ണം കട്ടിയോടാ? നമുക്കൊരു 4 കിട്ടും. അതാ ഇതാ ഈ ഒരു ലെവലിൽ. ഇനി ബാക്കി കൂടെ എന്തായാലും കട്ട് ചെയ്തിട്ട് വരട്ടെ.
അപ്പൊ ഈ ഒരു സംഭവമായിട്ട് ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ട് വരണം കേട്ടോ. കണ്ടില്ലേ ഇത് തിന്നുമ്പോ കണ്ടു. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മളെടുത്ത് ഫ്രിഡ്ജ് വെക്കണം കേട്ടോ. അത് സെറ്റ് ആവാൻ അത്ര 5-6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടുക നമ്മൾ അതിൻ്റെ പുറത്ത് വേറെ ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് വരാനായിരുന്നു. രണ്ടാമത് വേറെ ക്രീം എടുത്തായിരുന്നു. ഡിസൈനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താവും മോനെ കൊള്ളാലോ കളി. ഞാൻ ഓർക്കുമായിരുന്നു ഇതിങ്ങനെ ചെയ്യണമായിരുന്നു. അയ്യോ ഇതാണ് സാധനം കുമ്മട്ടിക്ക. എന്താണ് ഇതാണ്ടാ സംഭവം. എനിക്കത് കിട്ടണില്ല. എനിക്ക് പുന്നക്കാന്നൊക്കെ വരുന്നേ. ഉന്നക്ക വരുന്ന സാധനം കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ചായ സെറ്റ് ആയിട്ട് നോക്കട്ടെ. പക്ഷെ തിന്നൊക്കെ ഭയങ്കര ചൂടാടോ. ഇതാണ് ഇവിടുത്തെ കുറിഞ്ഞി. ഇവിടുത്തെ ചെറുതാട്ടോ. തിന്നോക്കോ. രസമുണ്ടോ? അവള് കഴിക്കണായിരിക്കും. ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ കൊള്ളാം. നന്നായിട്ടുണ്ട്. നൈസ്. നിന്റെ റെസിപ്പി ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ദിവസം പറഞ്ഞു തന്നിട്ടോ. നിങ്ങളപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. നൈസായിട്ട് സംഭവം ഇഷ്ടമായി. ഞാൻ എന്തായാലും നോക്കണേ. സംഭവം കൊള്ളാട്ടോ. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ കഷ്ടപ്പാടുള്ള പണി ഇതിന്റെ. അപ്പൊ ആളത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ പോണു കേട്ടോ. എടുത്തോ. അവക്കൊരു വേറെ വില. അത് സംഭവം എന്താ വെച്ചല്ലേ, ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിവിടെ നിൽക്കുന്നോണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അവളത് പക്കയായിട്ട് ചെയ്യണേണ്. അപ്പൊ ഇങ്ങനെ ഇവര് പിന്നെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരാം. അവൾക്ക് ഫോൺ പിടിക്കേണ്ട ഒരു വിറവലുണ്ട്. പക്ഷെ എന്നാലും അത് അടിപൊളിയായിട്ട് അവൾ ഫിനിഷ് ചെയ്യും. വേറെ അവൾ ഫിനിഷ് ചെയ്ത് വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് സംബന്ധിച്ചാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോഴാണ് അതിലേക്ക് എത്തിയത്. ഇത് സംഭവങ്ങളൊക്കെ ഉണ്ട്. എടുത്തു മണി കുടമണി. അപ്പാപ്പനുണ്ട് ഇവിടെ. എന്താണ് അപ്പാപ്പൻ എന്നൊക്കെ പറയണം. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അപ്പാപ്പൻ എന്ന് പറയുമ്പോഴുള്ളൂ. വേറെ എന്തൊക്കെയുണ്ട്. എവിടെ ആവാൻ നിന്നിട്ട് കട്ട് ചെയ്തിട്ട് അവളവിടെ വെക്കുന്നുണ്ട്. നോക്കി വെച്ചു. ഇപ്പോഴാണ് ക്രിസ്മസ് കേക്ക് ആവാൻ പോകുന്നത് കേട്ടോ. ഇത്ര നേരം ഞങ്ങളിങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ അത് തിന്നാൻ പറ്റുമോ? ഗുഡ് ഗേൾ. പഠിക്കോ 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 പഠിക്കോ. പാടിപ്പൊളിക്കുമ്പത്തേ മിണ്ടരുതെന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കണായിരുന്നു. ഞാൻ എനിക്കാണെങ്കിൽ മിണ്ടാണ്ടിരിക്കാനും പറ്റില്ല. എന്തായാലും നമ്മുടെ ആളിതാ സെറ്റ് ആക്കി കൊണ്ടുണ്ട്. ക്രിസ്മസ് കേക്ക് എന്ന് ഞാൻ പറയില്ല. ഇതാണ് ഈ ഒരു സംഭവം. വെച്ചാലില്ലല്ലോ. കിട്ടി. ഇതാണ് സംഭവം. ഇതിന്റെ അവസാനത്തെ ഒരു സംഭവം. ഇത് കണ്ടില്ലേ എന്തായിട്ടുള്ള ഇതാണ്. ഞാൻ ഇത് സത്യം പറഞ്ഞാൽ കേക്ക് തിന്നുമ്പോൾ അറിയില്ല കേട്ടോ ഇത്രയും കഷ്ടപ്പാടാന്ന്. സത്യം പറഞ്ഞാൽ അവിടെ ചെയ്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. എത്ര നേരം വരെ നിപ്പ് നിൽക്കണം. എനിക്കിത് പറ്റില്ല കേട്ടോ. പക്ഷെ എന്തായാലും സംഭവം എല്ലാം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തിന്നാൻ പറ്റൂട്ടോ. ഈ മുന്നത്തെ സാധനങ്ങൾ മാത്രമേ തിന്നാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്കില്ലേ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരിക്കൽ ടേസ്റ്റ് നോക്കിയതാ. ഇവിടെ നിന്ന് ഇതല്ല, ഇതിന് മുന്നേ ഇവിടെ കേക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയത് അടിപൊളിയാണ്. പക്ഷെ എന്തായാലും നമുക്കിത് കുത്തി മുറിക്കാലോ. കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോട്ടെ. ഞാൻ തന്നെ കട്ട് ചെയ്തു കേട്ടോ. അത് ശരിക്കും വയ്യ കാര്യം. എന്താ പാടാ? ഞാൻ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ പാടുന്ന ഇത് ഓരോ ഇത് മുറിക്കണേന് മുന്നേ പറഞ്ഞത് ഗണപതിക്ക് കൊടുക്കണമെന്ന്. ഞാൻ ഗണപതിക്ക് നീട്ടാണ്. ഇതെന്ത് പിന്നെ പിറന്നാളോ? എന്താണോ അത് ഇഷ്ടമാണ്? ഇവരൊക്കെ വാങ്ങി വെച്ചു. എനിക്ക് ആരും തന്നില്ല. ഞാൻ പിന്നെ പിന്നല്ല അങ്ങനെ സ്നേഹമാട്ടോ. കേക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇവളൊരു ചിരി വേണം. അത് ചിരിച്ചു കാണിച്ചാ ഇവളൊരു
ഒരു ചിരിയുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും നേരം ശ്രദ്ധിച്ചാണ്. ഇവിടെ കുറെ സംസാരിക്കുന്നത് അവസാനമുള്ള ഒരു ചിരിയുണ്ട്. കേൾക്കുമ്പോൾ നമുക്കും ചിരി വരും. അങ്ങനെയാണ് ഇപ്പോൾ. പക്ഷെ ചിരിച്ചില്ല, ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഞാൻ തിന്നട്ടെ, കേക്ക് തന്നിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവരൊക്കെ ഇവിടെ കേക്കിന്റെ കൊണ്ട് നിൽക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ടാണ് അവർക്കൊക്കെ തിന്നാം. അത് വേണത് തിന്നാൻ പറ്റും കേട്ടോ. എനിക്കും ഇത് തിന്നാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും ഒക്കെ കണ്ടില്ലേ, ഒക്കെ ഞാൻ ഇപ്പൊ എടുക്കണം. ഇൻട്രോയും വൈൻഡപ്പും ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള സബ്സ്ക്രൈബും ഒക്കെ പോയല്ലേ ഈശ്വര. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. വണ്ടിയിലേക്ക് കാരണം ഇത് നല്ലതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ്. ഓക്കെ, ബൈ ബൈ.